മാളച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് 1988-ലാണ്. 88-ൽ എൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന ചേർത്തലയുള്ള ക്യാമ്പിൽ അമ്മിണി ട്രാവൽസ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. രാജൻ പി ദേവാണ് സംവിധാനം. അപ്പോൾ രാജേട്ടൻ അന്ന് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലമാണ്. അപ്പോൾ ചേർത്തലയിൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്നതിനോട് ബന്ധപ്പെട്ട് മാളച്ചേട്ടൻ ലൊക്കേഷനിലുണ്ടായിരുന്നു. അങ്ങനെ രാജേട്ടൻ്റെ റിഹേഴ്സൽ നടക്കുന്ന ആ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് വന്ന് നാടകം കാണണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളി പ്രകടിപ്പിച്ചു. അങ്ങനെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് മാളച്ചേട്ടൻ വരികയാണ്. മാളച്ചേട്ടൻ്റെ കൂടെ അന്ന് ജഗതി ചേട്ടനുണ്ട്, പപ്പുവേട്ടനുണ്ട്, മാമുക്കോയുണ്ട്. അങ്ങനെ ഒരു സംഘമാണ് വരുന്നത്. അവർ വന്ന് എൻ്റെ നാടകം അമ്മിണി ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നാടകം കണ്ടു. നാടകം മുഴുനീളം കണ്ട് വളരെ ആസ്വദിച്ച്. നല്ല കോമഡി നാടകമായിരുന്നു. അപ്പോൾ അതിലെ ഹാസ്യരംഗങ്ങൾ വരുമ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് ചിരിക്കുകയൊക്കെ ആസ്വദിക്കുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ടൊരു നടിയെ വളരെയധികം പ്രശംസിച്ചു ഇവർ നാടകം കഴിഞ്ഞപ്പോൾ. പൗളി ചേച്ചി എന്ന് പറയുന്ന ചേച്ചി ആ നാടകത്തിലുണ്ടായിരുന്നു. ആ ചേച്ചിയാണ് ഇപ്പോൾ വളരെ പ്രസിദ്ധയായ പൗളി എന്ന് പറയുന്ന സിനിമയിലുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ചേച്ചിനെ അന്ന് നാടകം കണ്ടപ്പോൾ മാളച്ചേട്ടനാണ് പറഞ്ഞത്, പൗളി അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് എത്തും, അതിനുള്ള ഒരു കഴിവ് പൗളിക്ക് ഉണ്ടെന്ന് മാളച്ചേട്ടൻ പറഞ്ഞത് അച്ചിട്ട പോലെ തന്നെ പിന്നീട് പൗളി ചേച്ചി സിനിമയിലേക്ക് എത്തുകയും ചെയ്തു.